നമ്മൾ S25 Ultra 256GB നമ്മൾ കൊടുക്കുന്നത് വെറും 3075 തരും. അത് വെറും 2825. ഇനി 16 256 ആണെന്നുണ്ടെങ്കിൽ 2675. ഇനി 17 Pro Max ആണെന്നുണ്ടെങ്കിൽ 256GB 5325. അതുപോലെ നമ്മളതിൽ പിന്നെ 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമ്മൾ ടാബിയും തമാരിയും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 299 ആണ് നമ്മൾ കൊടുക്കുന്നത്. അതന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ട് ചാർജിങ് ഡോക്കിലേക്ക് വന്നിട്ട് ഓട്ടോമാറ്റിക് ചാർജ് ചെയ്തോളും. നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. അത് ഇവിടെ നമുക്ക് ഇവിടെ വരെ സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട്. ഗൂഗിൾ പിക്സൽ ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നു. നാട്ടിലും ഇവിടെ ആയിട്ട് പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് ഉള്ള ഫോണാണ്. എല്ലാവർക്കും അറിയാം S സീരീസിൽ S25 Ultra, S24 Ultra ഈ സീരീസിൽ നമുക്ക് ഓൾ ഓവർ UAE ഡെലിവറി ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇനി ഫോണ് നിങ്ങളുടെ കയ്യിൽ പഴയ ഫോൺ ഉണ്ട്, നിങ്ങൾക്ക് ഇത് എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല എക്സ്ചേഞ്ച് ഓഫർ നമ്മളെ അവൈലബിൾ ആണ്. ഹലോ മച്ചാ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അന്നത്തെ ഇവിടെ നല്ല ഐഫോണിൻ്റെയും അതുപോലെ തന്നെ സാംസങ്ങും പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാതെ പോയ നമ്മുടെ ഗൂഗിൾ പിക്സലിലൊക്കെ പ്രൈസ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണാം. നമുക്ക് എല്ലാത്തിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു US-ൻ്റെ അതേപോലെ തന്നെ മറ്റുള്ള കൺട്രീസിൻ്റെ സ്പെക്കിൻ്റെ പ്രൈസും കൂടി പറയാൻ പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. നമ്മൾ കുറെ കാലത്തിന് ശേഷം നമ്മുടെ ഇന്നത്തെ വീഡിയോയില് നെതറാൻ ബ്രോ ആണ്. എന്തൊക്കെ വിശേഷം? നാട്ടിലൊക്കെ പോയി അതുപോലെ നല്ല സ്പെഷ്യൽ പ്രൈസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്പെഷ്യൽ പ്രൈസ് ആണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് അതായത് മറ്റുള്ള കൺട്രീസിന്റെ പ്രൈസ് പറഞ്ഞില്ല. അപ്പൊ നമുക്ക് ഇന്ന് അതും കൂടി പറയല്ല, എല്ലാം സെറ്റ് ആക്കിയിട്ട് പറയാം. പിന്നെ നമ്മൾ ഇന്ന് സ്റ്റോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കി കസ്റ്റമർ ഉണ്ട്, അപ്പോൾ കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക. ഇവിടെ തൊട്ട് നമുക്ക് ഇവിടെ വരെ സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട്. പിന്നെ നമ്മുടെ സാംസങ് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഐഫോണിൻ്റെ എയർ നമ്മൾ ഇവിടെ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗൂഗിൾ പിക്സൽ ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നു. അപ്പോൾ ഗൂഗിൾ പിക്സൽ നമുക്കിവിടെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം എൻക്വയറി വരുന്നൊരു മോഡലും കൂടിയാണ് ഗൂഗിൾ പിക്സൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എഴുതുന്ന തുടങ്ങണ്ടേ? ഫസ്റ്റ് നമുക്ക് പിക്സൽ അതിന് മുന്നായിട്ട് നമ്മൾ ഷോപ്പ് ഏതാണെന്നുള്ളത് പറയാൻ മറന്നുപോയി. സ്റ്റാർട്ടിങ് എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ ബർദുബായ് അൽഫാദി സ്ട്രീറ്റിൽ ഐഗാഡ്സ് ആണ് ഷോപ്പിൻ്റെ നമ്പർ. ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലൊക്കേഷൻ ഡീറ്റെയിൽസ് അതും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പിക്സലിൽ തന്നെ തുടങ്ങാം. ഗൂഗിൾ പിക്സലിൽ തുടങ്ങാം. കാരണം ഒരുപാട് ആൾക്കാർ നല്ല എൻക്വയറി ഉള്ള ഫോണാണ് ഗൂഗിൾ പിക്സൽ. അതെ. ഓക്കെ, പിക്സൽ 10 Pro XL ആണെങ്കിൽ 256GB നമ്മൾ കൊടുക്കുന്നത് വെറും 3599 dirhams. ഓക്കെ, ഗൂഗിൾ പിക്സൽ 10 Pro XL കിഡിലും പ്രൈസ് ആണ്. അടുത്തത് അതിന്റെ തന്നെ 512GB ആണെന്നുണ്ടെങ്കിൽ 4490. അതെ. ഓക്കെ, പിന്നെ പിക്സൽ 10 Pro 256GB ആണെങ്കിൽ 3825. ആ റേറ്റിന്. അതായത് പിക്സൽ 10 Pro XL-നേക്കാളും കൂടുതലാണ് ഇപ്പോൾ 10 Proന്റെ പ്രൈസ് വരുന്നത്. 10 Proന്റെ പ്രൈസ് അത് ഡിപ്പെൻഡ്സ്, മാർക്കറ്റിൽ സ്റ്റോക്കിൻ ഡിപ്പെൻഡ്സ് ചെയ്തിട്ടാണ് പ്രൈസ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് 9 സീരീസിൽ ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് കുറെ ആൾക്കാർ ചോദിച്ച് പ്രൈസ് മാറിപ്പോയതാണ്, തെറ്റായി പോയതാണ്. അല്ല, പ്രൈസ് മാറിയതല്ല. അപ്പൊ അതായത് ചില ആൾക്കാർക്ക് ഹാൻഡി ഫോൺ, അതായത് സൈസ് ചെറിയ സൈസിൽ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ആൾക്കാർ 10 Pro തന്നെ എടുക്കും. അതായത് എക്സൽ ആണ് കുറച്ചും കൂടി ബെറ്റർ. അതായത് പിന്നെ സൈസിന്റെ അതായാലും ബാറ്ററി ബാക്കപ്പ് ആയും കഴിഞ്ഞാലും പിന്നെ ഡിസ്പ്ലേന്റെ കുറച്ചും കൂടി വലിയ സ്ക്രീൻ ആയിട്ട് യൂസ് ചെയ്യാൻ എല്ലാം എക്സൽ ആണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എക്സൽ എടുക്കുന്ന എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. അതെ, നമുക്ക് അത്രയും പ്രൈസ് കുറവാണ്. പക്ഷെ ഇത് ചില ടൈമിൽ കൂടുതലും ഉണ്ട്. അതെ, അതായത് നോർമലി എക്സലിന് കൂടുതലും പ്രോക്ക് കുറവാണ് വരേണ്ടത്. അതിപ്പോ മാർക്കറ്റിൽ അതായത് സ്റ്റോക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രൈസ് ചേഞ്ച് ആയിക്കൊണ്ട് നിൽക്കുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് 10 Proന്റെ തന്നെ 512GB ആണെന്നുണ്ടെങ്കിൽ 4475 dirhamsന് കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ പിക്സൽ 10 ആണെന്നുണ്ടെങ്കിൽ വെറും 2450 dirhams ആണ് വരുന്നത്. അത് നമുക്ക് 2399 ആക്കി കൊടുക്കാം. പിക്സൽ 10 ആണെങ്കിൽ അതിന് 256GB ആണെങ്കിൽ വെറും 2710. ഓക്കെ, പിന്നെ 9 Pro XL, അതായത് ഒരുപാട് ആൾക്കാർ 9 Pro XL ഇപ്പം എൻക്വയറി ഉണ്ട്. 10 Pro XL കൂടി തന്നെ അത് പ്രൈസ് അതിന്റെ ഡ്രോപ്പ് ആയിട്ടുണ്ടോ അങ്ങനെ ചോദിച്ചിട്ട്. അപ്പോൾ കൂടുതലൊന്നും ഡിഫറൻസ് വരുന്നില്ല. XL-ന് 3599 ആണെങ്കിൽ 9 Pro XL-ന് നമ്മൾ കൊടുക്കുന്നത് വെറും 3150. അതെ, അതിന്റെ 512GB ആണെന്നുണ്ടെങ്കിൽ 3399 dirhams. ഓക്കെ, പിക്സൽ 9 Pro 128GB ആണെങ്കിൽ 2850. 256 ആണെങ്കിൽ 3200. പ്രൈസ് എല്ലാം സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നോക്കിയിട്ട് കറക്റ്റ് റേറ്റ് തരുന്നത്. നമ്മള് പിക്സലിന് നമുക്കിപ്പോ കളർ വേരിയേഷൻ അനുസരിച്ച് എന്തെങ്കിലും പ്രൈസിൽ വ്യത്യാസം വരുന്നുണ്ടോ?
അത് ഇപ്പൊ നിലവില് പ്രൈസിൽ കളർ ബേസിൽ പ്രൈസിൽ ഡിഫറൻസ് ഒന്നും ഇല്ല. ചിലപ്പോൾ അത് ചേഞ്ച് ആയിക്കൊണ്ട് നിൽക്കും. പിക്സലിന്റെ അല്ലേ? അത് നിങ്ങൾ വരുന്ന ടൈം ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചിട്ട് താഴെയുള്ള നമ്പറിൽ ഒന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ട് വന്നാൽ മതി. അടുത്ത നമുക്ക് സാംസങ് S25 അൾട്രയിലേക്ക് പോവാം. ഓക്കെ, സാംസങ്ങിൽ S25 അൾട്ര ഇപ്പൊ നിലവിൽ നല്ല മൂവിംഗ് ഉള്ള S24 അൾട്ര, ഇത് S25 അൾട്ര. അതെ അതെ. ഇപ്പൊ നാട്ടിലും ഇവിടെ ആയിട്ട് പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് ഉള്ള ഫോണാണ്. എല്ലാവർക്കും അറിയാം S സീരീസിൽ S25 അൾട്ര, S24 അൾട്ര ഈ സീരീസിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അത് നിങ്ങൾ ജസ്റ്റ് നമ്മൾ ഈ പറയുന്ന എമൗണ്ടും നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഗൂഗിളായിട്ട് ഒന്ന് മുന്നത്തതൊക്കെ അതായത് S24 സീരീസ് ഒക്കെ 30,000 നമുക്ക് വ്യത്യാസമുണ്ട്. എനിക്കൊന്ന് ഇപ്പോഴും അതേ ഒരു റേഞ്ചിൽ ആ റേഞ്ചിലുള്ള ഡിഫറൻസ് ഇപ്പോൾ ഉണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും എത്ര ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് യൂട്യൂബ് നമ്മളെ കമന്റ് ബോക്സിലും ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് S25 അൾട്ര 256GB നമ്മൾ കൊടുക്കുന്നത് വെറും 3075 dirhams. 3075. ഓക്കെ, ബെസ്റ്റ് പ്രൈസ് ആണ്. നല്ല ബെസ്റ്റ് പ്രൈസ് ആണ്. നാട്ടിലുള്ള ആരെങ്കിലും സാംസങ്ങിന്റെ S25 അൾട്ര കൊടുക്കുന്നത്. അതെ അതെ. ഇപ്പോൾ UAE കുറെ ആൾക്കാരുണ്ടോ, ഫാമിലി ഫ്രണ്ട്സിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഓൾ ഓവർ UAE ഡെലിവറി ഉണ്ട്. ഇപ്പൊ ഇവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, UAE എവിടെ വേണമെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കും. പിന്നെ നാട്ടിലേക്ക് പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ സാധനം നിങ്ങൾക്ക് നാട്ടിലെത്തും. നല്ല ഒരു ക്യാഷ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അതെ. ഓക്കെ, അപ്പൊ S25 അൾട്ര 256GB നമ്മൾ പറഞ്ഞു. ഇനി S25 അൾട്ര 512GB വേണമെന്നുണ്ടെങ്കിൽ വെറും 3600 dirhams നമുക്ക് തരാൻ പറ്റും. 3600 512. അതെ. ഓക്കെ, അടുത്തത് S24 അൾട്രയിലേക്ക് പോവാം. S24 അൾട്ര 256GB നമ്മൾ കൊടുക്കുന്നത് വെറും 2825. 2825. അതിന്റെ തന്നെ 512GB വേണമെന്നുണ്ടെങ്കിൽ വെറും 3225. അതെ. ഓക്കെ, അതുപോലെ തന്നെ S23 അൾട്ര ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. S23 അൾട്രയും പ്രൈസ് ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആണ്, വലിയ ഡിഫറൻറ്റ് ഇല്ല. S23 അൾട്ര S24 അൾട്ര അത് S25 അൾട്രയും തമ്മിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ S23 അൾട്രന്റെ ആരാധകർ ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, കുറേ മെസ്സേജസും വരുന്നുണ്ട്. അപ്പോൾ ഇനി S23 അൾട്ര വേണമെന്നുണ്ടെങ്കിൽ 3000 ബിലോ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. വെറും 2485 dirhamsന് നമുക്ക് 256GB കൊടുക്കാൻ പറ്റും. അതെ. അതിന്റെ തന്നെ ഇനി നമുക്ക് സാംസങ്ങിന്റെ ഫോൾഡിലേക്ക് പോവാം. ഫോൾഡ് 7 ഭയങ്കരമായിട്ട് നല്ല ക്ലിക്കായി. അതിന്റെ ഡിസൈൻ മൊത്തത്തിൽ ചേഞ്ച് ആയി. അതായത് സ്ലിം ആയല്ലോ, കുറച്ചും കൂടി സ്ലിം ആയിട്ടുള്ള ഡിസൈൻ ആയി. പിന്നെ അതിന്റെ വെയിറ്റ് എനിക്കൊന്ന് കുറച്ചും കൂടി ബൾക്കി അല്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ഹാൻഡി ആയിട്ടുള്ള ഫോണായി. അതെ. ഇപ്പോൾ ഫോൾഡ് 7 നമ്മൾ ഇപ്പോൾ ഇപ്രാവശ്യം കൊടുക്കുന്നത് 256GB TDR വേർഷൻ ആണെങ്കിൽ 5300 dirhams വരുന്നുണ്ട്. അതിന്റെ തന്നെ നോൺ TR എന്ന് പറഞ്ഞിട്ട് അറബിക് വേർഷൻ ഉണ്ട്. TDR എല്ലാവർക്കും അറിയാം, അതായത് UAE രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫോണാണ്. UAE നിങ്ങൾക്ക് വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് TDR. ഒഫീഷ്യൽ സാംസങ് വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് TDR. അതിൽ തന്നെ അറബിക് വേർഷൻ വരുന്നുണ്ട്. അപ്പോൾ അറബിക് വേർഷൻ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4850 dirhamsന് കൊടുക്കാൻ പറ്റും. അറബിക് വേർഷൻ ആണെങ്കിൽ. അതെ. അതിന്റെ ഫോൾഡ് 7 തന്നെ 512GB ആണ് വേണമെന്നുണ്ടെങ്കിൽ TDR വേർഷൻ നമ്മൾ കൊടുക്കുന്നത് 5200 dirhams. സോറി, ഫോൾഡ് 7 5700 dirhams. അതെ. 256 5300, 512GB 5700. ഇനി അടുത്തത് ഫോൾഡ് 6. അതായത് ഫോൾഡ് 6 256GB വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ബെസ്റ്റ് പ്രൈസ് ആക്കി കൊടുക്കാം. 4600 dirhamsന് 256ഉം. അതിന്റെ 512GB ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഇല്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് വാട്സാപ്പ് ത്രൂ ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മളത് പ്രൈസ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഫ്ലിപ്പില് സാംസങ്ങിന്റെ ഫ്ലിപ്പ് 7ഉം നല്ല മൂവിംഗിലുള്ള ഫോണാണ്. ഫ്ലിപ്പ് 7 256GB വേണമെന്നുണ്ടെങ്കിൽ 2950ഉം. അതിന്റെ 512GB വേണമെന്നുണ്ടെങ്കിൽ 3650 ആണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്ത നമ്മുടെ ഐഫോൺ നിലവിൽ മാർക്കറ്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവ്. ഐഫോണിന്റെ ഇപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും 17 സീരീസിന്റെ റേറ്റ് അറിയാൻ വേണ്ടിട്ട്. സ്റ്റാർട്ടിങ് നമുക്ക് ബേസ് 17 സീരീസ് പറയുമ്പോൾ നമുക്ക് യുഎസിന്റെ പ്രൈസ് പറയാൻ പറ്റും. ഇപ്പൊ യുഎസിന്റെ പ്രൈസ് പറയാൻ പറ്റും. ഇപ്പം USA-യും ജപ്പാനും TR-യും തമ്മിൽ ഡിഫറൻസ് ഇല്ല. കാരണം ഇപ്പോൾ 17 സീരീസിലെല്ലാം eSIM ആയതിനെ കൊണ്ട് പ്രൈസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. അതിൽ വലിയ ഡിഫറൻസ് ഇല്ല. ആദ്യം മുന്നേ 16 സീരീസിലാണെങ്കിൽ USA-ന് കുറച്ച് പ്രൈസ് കുറവും, TDR ജപ്പാൻ സ്പെക്കിനെല്ലാം പ്രൈസ് കൂടുതലായിട്ടാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. eSIM ആയതുകൊണ്ട് പ്രൈസ് വേരിയേഷൻ വരുന്നില്ല. പ്രൈസ് വേരിയേഷൻ വരുന്നില്ല. ഹോങ്കോങ് വേർഷനിൽ മാത്രമാണ് പ്രൈസ് വേരിയേഷൻ വരുന്നത്. അത് കൂടുതലോ കുറവാ? ഹോങ്കോങ് വേർഷനിൽ പ്രൈസ് കൂടുതലായിരിക്കും. കാരണം ഇപ്പൊ ഐഫോണിൽ ഇപ്പൊ നിലവിൽ ഹോങ്കോങ്, അതുപോലെ UK, സിംഗപ്പൂർ, പിന്നെ ചൈന, ഇങ്ങനത്തെ ഈ വേരിയന്റിൽ മാത്രമാണ് ഈ ഫിസിക്കൽ സിം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിന് കുറച്ച് പ്രൈസ് ഡിഫറൻസ് ഉണ്ട്, വേരിയേഷൻ ഉണ്ടാവും. നമുക്ക് iPhone 17 പറയുന്നതിന് മുമ്പ് നമുക്ക് ബേസ് മോഡലിൽ നിന്ന് തുടങ്ങാം അല്ലെ.
ഐഫോണിന്റെ 13 128GB വേണമെന്നുണ്ടെങ്കിൽ വെറും 2550 ദിറംസിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അവിടെ ഉണ്ട് സ്റ്റോക്കെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഏത് കളർ വേണമെന്നുണ്ടെങ്കിലും നമ്മളതിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. 13ന്റെ 512GB നമ്മളതിൽ അവൈലബിൾ ഉണ്ട്. വെറും 2230 ദിറംസ്. ഒരുപാട് ആൾക്കാർ 13ൽ അതായത് അപ്ഗ്രേഡ് ആയിട്ടുള്ള GB ചോദിക്കാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് 512GB നമ്മളതിൽ അവൈലബിൾ ആണ്. നമുക്ക് ഐഫോൺ 14 ആണെന്നുണ്ടെങ്കിൽ വെറും 13 ഒക്കെ പ്രൈസ് പറഞ്ഞാൽ ഒരുപാട് പഴയ മോഡലാണ്. നാട്ടിലത്തെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുന്നവരോട് വലിയ വ്യത്യാസം ഉണ്ടാവില്ല, വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല. എന്നാൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. അതായത് ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ ഇതാക്കാനോ പറ്റിയ ഫോണാണ്. ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോണാണല്ലോ ഐഫോണിൽ. മുട്ടായി കൊടുക്കൽ എൻഗേജ്മെന്റിന്. അതെ അതെ, ഇപ്പൊ എല്ലാ ആൾക്കാരും എന്താ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഐഫോണിന്റെ ഇനി നേരെ 14ലേക്ക് പോകാം. ഐഫോൺ 14 128GB ആണെന്നുണ്ടെങ്കിൽ 1925 ദിറംസിന് കിട്ടും. ഓക്കെ, 14 128. അതെ. ഇനി ഐഫോണിന്റെ 15 ആണെങ്കിൽ ഐഫോൺ 15 128 ആണെങ്കിൽ നമുക്ക് 2350 ദിറംസിന് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇനി ഐഫോൺ 16e 16 മുന്നേ ഒരുപാട് ആൾക്കാർ എടുത്ത നല്ല റിവ്യൂ ഉള്ള ഒരു ഫോൺ തന്നെയാണ്. ഐഫോൺ 16 128GB ആണെങ്കിൽ വെറും 1800 ദിറംസിന് കൊടുക്കാം. ആ റേറ്റിന് കൊടുക്കാൻ പറ്റും. അതിന്റെ 256 ആണെങ്കിൽ 2250. പ്രൈസ് നല്ലോണം ഡ്രോപ്പ് ആയിട്ടുണ്ട്. കാരണം ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് 16 സീരീസ് 16e. ഓക്കെ. അടുത്തത് നമുക്ക് ഇതിലാ പോവാം. ഐഫോൺ 16. അടുത്ത നമ്മളിപ്പോ ഈ 16 സീരീസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ പറഞ്ഞതൊക്കെ TDRന്റെ പ്രൈസ് അല്ലേ? 16 സീരീസ് അല്ല, നമ്മൾ ഇന്റർനാഷണൽ വേർഷന്റെ പ്രൈസ് ആണ് പറഞ്ഞത്. അതായത് ഇന്റർനാഷണൽ ആപ്പിൾ വാറന്റി ഉള്ള ഇതാണ്. അതിലെല്ലാം മിക്സ് ആയിട്ട് വരും. അതായത് ജപ്പാൻ, TDR ഇതെല്ലാം മിക്സ് ആയിട്ട് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. USA അല്ല. USA 15 സീരീസിലെല്ലാം ഈ സിം ആണ് വരുന്നത്. ഇപ്പം പറഞ്ഞത് ഫിസിക്കൽ സിം കാർഡ് ഉള്ളതിന്റെ പ്രൈസ് ആണ് പറഞ്ഞത്. ഫിസിക്കൽ സിം കാർഡ് പ്ലസ് ഇന്റർനാഷണൽ വാറന്റി ഉള്ള സ്പെക് ആണ് പറഞ്ഞത്. അതെല്ലാം മിക്സ് ആയിട്ടാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അതിന്റെ അവൈലബിലിറ്റി പോലെ നമ്മൾ എടുത്തു തരും. നമ്മൾ 16 പ്രോന്റെ പ്രൈസ് പറഞ്ഞില്ലേ? ഇല്ല, 16 പ്രോന്റെ നമ്മൾ പറയാം. 16 പ്രോന്റെ പറഞ്ഞതിന് മുമ്പ് 15 പ്രോ മാക്സിന്റെ നമുക്ക് പ്രൈസ് പറയാം. അവൈലബിൾ ഉണ്ട്. 15 പ്രോ മാക്സ് അവൈലബിൾ ഉണ്ടോ എന്ന് വെച്ചാൽ മാർക്കറ്റിൽ സ്റ്റോക്ക് കുറവാണ്. വേണ്ടുന്ന ആൾക്കാർക്ക് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. 15 പ്രോ മാക്സ് 256GB ആണെങ്കിൽ നമ്മൾ 3750 കൊടുക്കുന്നത്. 50 പ്രോ മാക്സ്. അതെ. അതിൽ ഇനി നമുക്ക് ഐഫോൺ 16 സീരീസ് പ്രൈസ് പറയാം. ഐഫോൺ 16 128GB ആണെങ്കിൽ വെറും 2300 സാധനം. ഐഫോൺ 16 ഉണ്ട്, 16 പ്ലസ് ഉണ്ട്. ഐഫോൺ 16 128 നമ്മൾ പറഞ്ഞത് 2300. ഇനി 16 256 ആണെന്നുണ്ടെങ്കിൽ 2675. അതെ. ഇനി 16 പ്ലസ് ഉണ്ട്. അതായത് വലിയ സ്ക്രീന് വേണമെന്നുള്ള ആൾക്കാർക്ക് ഐഫോണിന്റെ 16 പ്ലസ് ഉണ്ട്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് കാര്യങ്ങളെല്ലാം നല്ല ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളും നല്ല മൂവിംഗ് ഉള്ള ഫോണാണ് 16 പ്ലസ്. അതായത് സെയിം 16 പ്രോ മാക്സിന്റെ അതേ സൈസ് വരുന്ന 6.9 ഇഞ്ച്. 17 സീരീസിൽ ആ ഒരു സീരീസ് ഇല്ല. അതുകൊണ്ട് ഇപ്പൊ ഇതിന് നല്ല ഡിമാൻഡ് ആണ്. കാരണം ബിഗ് സ്ക്രീൻ അല്ലേ, ബിഗ് സ്ക്രീൻ ആണ്. പിന്നെ നല്ല ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളും എല്ലാം ഉള്ള ഫോണാണ്. 16 പ്ലസ് 128GB ആണെങ്കിൽ വെറും 2410 ദിറംസേ ഉള്ളൂ. 2410. ഓക്കെ. പിന്നെ അതിന്റെ 16 പ്ലസ് 256GB ആണെങ്കിൽ വെറും 3200. 16 പ്രോ 256GB ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് വെറും 4200 ദിറംസും. 16 പ്രോ മാക്സ് 256GB ആണെങ്കിൽ വെറും 4400 ദിറംസും. അപ്പൊ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഏതാ എടുക്കേണ്ടത്. വെറും 200 ദിറംസിന് ഡിഫറൻറ്റ് മാത്രമേ ഉള്ളൂ പ്രോയും പ്രോ മാക്സും തമ്മിൽ. അതെ. നമുക്ക് 17 സീരീസിലേക്ക് പോകാം. 17 256GB ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് വെറും 3350 ദിറംസ്. ഓക്കെ. അതിന്റെ തന്നെ നമുക്ക് 512GB അവൈലബിൾ ആണ്. 512GB വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. അതിന്റെ റേറ്റ് നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്ത് തരും. കാരണം പ്രൈസ് എപ്പോൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഫിക്സ് ആയിട്ടുള്ള റേറ്റ് നമുക്ക് തരാൻ പറ്റൂല. ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ വരുന്ന ടൈം നിങ്ങൾ പിന്നെ മെസ്സേജ് അയച്ചിട്ട് വരുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ നമുക്ക് ഈ പ്രൈസിന് USA അതേപോലെ തന്നെ ജപ്പാനും ഒക്കെ അവൈലബിൾ ആണ്. ഈ പ്രൈസിന് നമുക്ക് USA, ജപ്പാൻ ഇതെല്ലാം അവൈലബിൾ. ഇതിപ്പോ നമ്മൾ പറയുന്നത് ഈ സിമിന്റെ പ്രൈസ് ആണ്. TDR ഈ പ്രൈസിന് കിട്ടും. TDR ഇതെല്ലാം ചെറിയൊരു വേരിയേഷൻ വരും. ചില മോഡലിൽ TDR ചിലപ്പം ചെറിയൊരു വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ ബെസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് വേർഷൻ ആണ് വേണ്ടത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചിട്ടൊന്ന് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അതിന്റെ അപ്ഡേഷൻ കിട്ടും. ഓക്കെ. നിങ്ങൾക്ക് 17 തന്നെ നമുക്ക് ഇപ്പോൾ പുതിയൊരു മോഡലാണ് 17 എയർ. അതായത് നല്ല സ്ലിം ആയിട്ടുള്ള ഫോണാണ്, നല്ല ക്യൂട്ടാണ്. ഇപ്പോൾ നല്ല ഡിമാൻഡാണ് മാർക്കറ്റിൽ. ഒരുപാട് സ്റ്റോക്ക് നമ്മളിപ്പോൾ കൊടുത്ത്. 17 എയർ 256GB വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് വെറും 3650 ദിറംസ് ഓൺലി. വാവ്, ബെസ്റ്റ് പ്രൈസ്. നല്ല ബെസ്റ്റ് റേറ്റ് ആണ്. അതിന്റെ ഒഫീഷ്യൽ റേറ്റ് വരുന്നത് 4000 എബവ് ഉണ്ട്. ഒഫീഷ്യൽ റേറ്റിനേക്കാൾ നമ്മൾ ഒരുപാട് പ്രൈസ് ഡ്രോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്.
അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആപ്പിൾ സ്റ്റോർ പ്രൈസ് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും. ആപ്പിൾ സ്റ്റോർ പ്രൈസ് അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ കയറിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് പ്രൈസും ഇവിടുത്തെ പ്രൈസും തമ്മിൽ എത്രത്തോളം വ്യത്യാസം മനസ്സിലാവും. പിന്നെ ഓൾ ഓവർ യു എ ഡെലിവറി ഉണ്ട് നിങ്ങൾക്ക്. പിന്നെ അവിടെ നിന്ന് തന്നെ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ത്രൂ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോക്കിംഗ് ഒക്കെ അവിടെ കിട്ടും. അതുപോലെ നമ്മളതിൽ പിന്നെ 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമ്മൾ ടാബിയും തമാരിയും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെ, ടാബി തമാരി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 17 എയറിന്റെ റേറ്റ് പറഞ്ഞാൽ നമുക്ക് 17 പ്രോ സീരീസിലേക്ക് പോവാം. 17 പ്രോ 256 GB നമ്മൾ കൊടുക്കുന്നത് വെറും 4525 ദിറംസിന്. അതിന്റെ തന്നെ 512 GB ആണ് വേണമെന്നുണ്ടെങ്കിൽ 5225 ദിറംസ്. ഇനി 17 പ്രോ മാക്സ് ആണെന്നുണ്ടെങ്കിൽ 256 GB 5325. അതെ, ഇനി 17 പ്രോ മാക്സ് 512 GB വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് വെറും 6090. അപ്പോൾ നമ്മൾ 17 പ്രോ മാക്സിന് 1 TB വേണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, അത് അവൈലബിൾ ആണ്. 1 TB 2 TB എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് യൂസ്ഡ് ഫോൺസ് വേണമെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ്. യൂസ്ഡ് ലാപ്ടോപ്സും അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് ഇനി ഫോണ് നിങ്ങളുടെ കയ്യിൽ പഴയ ഫോൺ ഉണ്ട്, നിങ്ങൾക്ക് ഇത് എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല എക്സ്ചേഞ്ച് ഓഫർ നമ്മളെ അവൈലബിൾ ആണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇനി 16 ആയിക്കോട്ടെ 15 ആയിക്കോട്ടെ, ഇനി സാംസങ്ങിന്റെ ആൻഡ്രോയിഡ് ഫോൺ ആയിക്കോട്ടെ, ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഇവിടെ വന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം. ഏത് ഫോണിനാണ് കൂടെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കൂടാതെ നമുക്ക് ഒരുപാട് ഗാഡ്ജറ്റ്സുകൾ ഉണ്ട്. ഇപ്പൊ മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിട്ടുള്ള എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു വാക്യൂം ക്ലീനർ അല്ലാതെ വാക്യൂം ക്ലീനർ അത് ട്രെൻഡായിട്ട് പോകുന്ന സാധനമാണ് ഇപ്പോൾ മാർക്കറ്റിൽ. അത് നല്ല ബെസ്റ്റ് പ്രൈസിനാണ് പോകുന്നത്. ഓൺലൈനിൽ 1000 എബോവ് പ്രൈസ് വരുന്ന സാധനം നമ്മൾ കൊടുക്കുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് ജസ്റ്റ് 299 ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിന്റെ പ്രൈസ് നിങ്ങൾ ഓൺലൈനിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ബ്രാൻഡ് നെയിം ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൈസ് കൺഫേം ചെയ്യാം. അതുകൊണ്ട് ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്തോ, ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളത്. ഇത് ജസ്റ്റ് ഓൺ ആക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്തോളൂ അല്ലേ? അതെ, ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഓൺ ആക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെല്ലാം ഏരിയയിലാണ് പോകേണ്ടത് അതെല്ലാം ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് ലാസ്റ്റ് അത് എന്ത് ചെയ്യും, അതന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ട് ചാർജിങ് ഡോക്കിലേക്ക് വന്നിട്ട് ഓട്ടോമാറ്റിക് ചാർജ് ചെയ്തോളും. നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല, അത് ഇങ്ങനെ ചെയ്തോളൂ. അതെ, കാരണം എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇപ്പൊ ഈ ഒരു ടൈമിൽ എല്ലാവർക്കും നല്ലൊരു ഓപ്ഷനാണ് ഇത്. അതെ, ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു.